ഹലോ, നമസ്കാരം. ട്വിസ്റ്റ് 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 5 ട്വിസ്റ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ സംഭവം എന്ന്. പക്ഷേ ഇന്ന് ജിത്തു ജോസഫിൻ്റെ മിറേജ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ട് വന്നിട്ടുള്ള ഞാൻ. അതിൻ്റെ ഡയറക്ടർ ജിത്തു ജോസഫ്, റൈറ്റർ 3 ആളുണ്ട്. ഒന്ന് ശ്രീനിവാസ് അബ്രോഡ്, പിന്നെ ജിത്തു ജോസഫ്, പിന്നെ അപർണ എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ 3 ആൾ കൂടിയിട്ടാണ് പടം സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ ജിത്തു ജോസഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ജിത്തു ജോസഫ് എന്താണ് ഒരു പടത്തിൽ ചെയ്യാറുള്ളത് അത് ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് ട്വിസ്റ്റുകൾ ഓവറായിരുന്നു മാത്രം. അതിൽ ഇൻ്റർവെല്ലിൽ വരെ എനിക്ക് ലാഗായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷേ ഇൻ്റർവെല്ലിൽ നിർത്തുന്ന സമയത്ത് ഒരു ട്വിസ്റ്റ് വരും. ആ ട്വിസ്റ്റ് നമ്മൾ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഞാൻ ആ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി വന്നു. അത് തന്നെ അതിൽ ഇൻ്റർവെല്ലിൻ്റെ ടൈമിലും വരും. പക്ഷെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് ശേഷം സെക്കൻഡ് ഹാഫ് 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞോട്ട് ട്വിസ്റ്റുകളുടെ 4 ട്വിസ്റ്റ് അങ്ങോട്ടുണ്ട്. പിന്നെ പാട്ട് എന്ന് പറയാനായിട്ട് അതിലൊന്നും ഒരു പാട്ടാണ് ആകെ ഉള്ളത്. പിന്നെ അതിൽ അഭിനയിച്ച ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ആസിഫ് അലി ഇങ്ങനെ ഓടി നടക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് സംശയമാവും, ഇതെന്താണ് സംഭവം, ഇതെന്താണെന്നൊരു പിടുത്തം കിട്ടില്ല. അത് ഫുള്ള്. അതുപോലെ തന്നെ അപർണ ബാലമുരളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റും എനിക്ക് ആ ഇതിൽ പറയാൻ പറ്റില്ല. അതിൽ അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലുള്ള മറ്റെന്താ പറയുക, തുടക്കത്തിൽ കുറച്ച് കാണിക്കണ സീനുകൾ പിന്നീട് ഇൻ്റർവെല്ലിന് മുന്നേ ഉള്ള പല സീനുകളിലും കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ പടത്തിൻ്റെ തുടർച്ച നമുക്ക് അവിടെ നിന്ന് പിടുത്തം കിട്ടും. പിന്നെ ഫൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 2 ഫൈറ്റാണുള്ളത്. ഈ പടത്തിൻ്റെ കഥ പറയാൻ ഒരിക്കലും പറ്റില്ല. കഥ പറഞ്ഞാൽ പടത്തിൻ്റെ രസം പോവും. ഇത് നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടേതായ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനേ പറ്റുള്ളൂ. എനിക്ക് പടം ഇഷ്ടമായി. ഒരു പ്രാവശ്യം കാണാനുള്ള സിനിമയുണ്ട്. 2 പ്രാവശ്യം 3 പ്രാവശ്യം കാണാനുള്ളതൊന്നുമില്ല. ഒറ്റ പ്രാവശ്യം കാണാം. തിയേറ്ററിൽ കാശൊന്നും പോവില്ല. പിന്നെ മറ്റേ ജിത്തു ജോസഫിൻ്റെ പടമല്ലേ എന്ന് വിചാരിച്ച് പോയ ആൾക്കാർക്ക് എന്തായാലും അത് അതിൽ കാണിക്കുന്നുണ്ട് പടത്തിൽ. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സും നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പടം കാണുക, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ആവറേജ് പടം ഉണ്ട്, എന്തായാലും ഒരു പ്രാവശ്യം കാണാനുള്ളതുണ്ട്. പിന്നെ നമ്മുടെ അതിലൊരു പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഒരാൾ ഇങ്ങനെയാണ്, നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അതിൽ അഭിനയിക്കുന്നുണ്ട്. അത് ബിഗ് ബോസ് എന്ന് വന്ന ആളാണ്. ആളുടെ ആദ്യത്തെ പടമല്ലേ. അപ്പോൾ എന്താ പറയുക, നമ്മളങ്ങനെ ആളുടെ ആ ഒരു ക്യാരക്ടറിനും അനുസരിച്ചുള്ളൊരു ലുക്കുണ്ട്. അഭിനയം ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ഇതാക്കാനുള്ള അഭിനയമുള്ളൊരു ക്യാരക്ടറൊന്നും ആ പടത്തിൽ ആൾക്ക് കിട്ടിയിട്ടില്ല. എന്നാലും നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ആളുടേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തത്. ജിത്തു ജോസഫിൻ്റെ എല്ലാ പടത്തിലുള്ള പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പടം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഓരോ പ്രാവശ്യം കാണുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കാശൊന്നും പോവില്ല. എന്തായാലും ഒരു പ്രാവശ്യം കാണാനുള്ള സിനിമ ഉണ്ട് പടം. ഞാൻ വീണ്ടും പറയുകയാണ്, കാണാതിരിക്കരുത്. അത്ര സൂപ്പർ പടം എന്ന് പറയാൻ പറ്റില്ല. പടം ഒരു പ്രാവശ്യം കാണാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.